ഡാഡി ഇതെന്തേ? ഡാഡി ഡാഡി പൂജ വെട്ടിക്കളി ആര് പഠിപ്പിച്ചെന്നു? അത് ഡാഡിയുടെ പല അപ്പൂപ്പല്ലേ, അപ്പച്ചന്റെ അച്ഛൻ. അതാര്? ആ, അതായത് അപ്പൂപ്പൻ ഡാഡി. ഇതെന്റേതായ സി. എന്നിട്ട് സി ഇവിടെ 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 കള്ളക്കളി മാത്രം പോരാടി. ഇല്ല ഇല്ല ഇല്ല, അത് എന്നാ വേണ്ട പോട്ടോ. അതെന്റേത്. നോക്കട്ടെ. രണ്ടെണ്ണം ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ എടുത്ത് തക്കളി രണ്ടെണ്ണം തക്കളി. ആ ശരി, അടുത്ത എന്റെ വരെ. ആ കണ്ടാടി കണ്ടാടി, കർത്താവ് കണ്ട ഡാഡിയുടെ കൂടെയാണ്. കളിക്കാൻ പറഞ്ഞില്ലേ? എവിടെയായി? കളിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ വരാം വരാം വരാം. തക്കളി എവിടെ ഇരിക്കും? ഇല്ല ഇല്ല, എല്ലാരും വന്ന്. ആ എല്ലാരും വന്നില്ല. തക്കളി ഒരു കളി നമ്മൾ കളിച്ചോണ്ടിരിക്കണം, പകുതി കിട്ടിട്ട് പോരുത്. അതിന് ഇമ്പോർട്ടന്റ് ആണ്. അത് വേണ്ട അത് വേണ്ട. അതെ തക്കളി ഇപ്പൊ വെയിലൊന്നും കൊണ്ടുവിടാ. അതുമല്ല നീ ഒരു കാര്യം, അവരെല്ലാം കൂടി ഇങ്ങോട്ട് എവിടെ ഇത് കളിക്കാം, പൂജ്യം വെട്ടി കളിക്കാം. അയ്യേ പൂജ്യം വെട്ടി കളിയാ, അങ്കിളിന് വേറെ ഒരു കളിയും കിട്ടിയില്ലേ? എന്താടാ കുഴപ്പം? തക്കളി അവിടെ എല്ലാരും വന്നു. നല്ല രസമായിട്ട് കളിച്ച്. തങ്കം തങ്കം ഒന്നും ചോന്നാടി, എന്താ ഒന്നും ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് വാ. പെട്ടെന്ന് പെട്ടെന്ന് വാ, പെട്ടെന്ന് ഇരിക്ക്. നീ പറയട്ടെ, ഇരിക്ക് ഇരിക്ക്. ഞാനൊരു കാര്യം പറയാം, തക്കളിയുടെ ഈ സ്വഭാവം ശരിയല്ല. ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് ഈ കളിയും കളിക്കാന്ന് പറഞ്ഞിട്ട് പകുതി കിട്ടിട്ട് പോയി. പൂജ്യം വെട്ടി കളിയെ സ്കൂളിൽ പഠിച്ചാൽ നമ്മൾ എന്തോരം കളിച്ചാ. നീ വിട്ടു എത്ര വയസ്സുണ്ട് എന്റെ ക്ലീറ്റോ? ജീവിതത്തിലോ നിങ്ങൾ വട്ടപ്പൂജയാണ്. കളിക്കുമ്പോഴെങ്കിലും നല്ല എന്തെങ്കിലും കളി കളിക്കുക. ബാക്കി കളിക്കാളോ പൂജ്യം വെട്ടി കളി ഇങ്ങനെ കളിച്ച് കളിച്ചാൽ നിങ്ങൾക്ക് തീരെ ബോധമില്ലാതായി പോയത്. വല്ല വിവരം വെക്കണം, വല്ല കളിയും കളിക്കും. ഞാൻ വന്നു കയറിയ കുടുംബം എന്ന് പറയുന്ന ഒരു വട്ടപ്പൂജ്യമല്ലേ? എന്തോ ഒന്നുമില്ല. ഒരു പണിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോയി മാങ്ങ എത്തിത്താ. അയ്യോ, ഇനി ഒരു മാങ്ങ എത്താൻ ഞാൻ 4 കയ്യാളെ കൂടെ വെച്ച് തരാം നിനക്ക്. ഒരു മാങ്ങയല്ല, അച്ചാറിടാൻ. ഇങ്ങോട്ട് വാഗ്ലീറ്റോ. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് ഒരു ദിവസം കൊണ്ട് തീർക്കണ്ട, നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് സമയം എടുത്ത് ചെയ്യും. എനിക്ക് വേറെ ആളിനെ കാണാൻ വേണ്ട അത്യാവശ്യമുണ്ട്. എന്തെങ്കിലും പണി പറഞ്ഞ അപ്പ ഓടും പുറത്തോട്ട്. ഓ പിന്നെ ഞാൻ ഇവിടെ കുത്തിയിരിക്കാം വീട്ടില്. നല്ല രസമായിട്ട് രാവിലെ കളി തുടങ്ങിയപ്പോൾ അത് നശിപ്പിച്ചു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഞാൻ വരാണേ. എന്താ കാര്യം? പറഞ്ഞോ, അമ്മ ഇവിടെ പണിയിലാ. സർപ്രൈസാ. എന്ത് സർപ്രൈസ്? പറയടി കൊച്ചേ. ഇത് ഞാൻ എടുത്തോണ്ടൊന്നല്ല, ഞാൻ ആ പറമ്പിൽ കളിക്കായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. ഞാൻ ഇനി വന്നപ്പോഴത്തേക്ക് എന്റെ പുറകെ കണ്ണു നിറച്ച് ഇങ്ങനെ എടി പെങ്കൊച്ച, നീ മാറിക്ക് അതിനെ. കടിക്കൂട്ടെ നിന്നെ. ഇല്ല അതാണ്ടേ. അയ്യോ പിടിക്ക. എന്റെ പിറകെ വന്നതാ അമ്മ. പാവം എന്റെ ദൈവമേ, പെങ്കൊച്ച അതിനെ കൊണ്ടുവന്ന് കളയാൻ. അമ്മ എന്റെ മുഖം നോക്കുമ്പോ മുഖം ഒന്നും കണ്ടിട്ട് എനിക്കൊന്നും തോന്നണില്ല. പ്ലീസ് അമ്മ. എന്റെ ദൈവമേ, എവിടെ കിടന്ന കില്ലപ്പട്ടീനെ എടുത്തോണ്ട് വന്നേക്കാ. എടി കൊണ്ട് പോവട്ടി പോവട്ടി. അത് പോവില്ല, അതിന് എന്നെ ഭയങ്കര ഇഷ്ടം. അയ്യോ, കയ്യിലൊക്കെ നോക്കിയ അവളുടെ. തക്കളി മോളെ,
മര്യാദക്ക് കൊണ്ടുവന്ന് കളഞ്ഞാൽ വടി എടുക്കും ഞാൻ. എന്റെ മക്കളെ ഞാൻ കൊണ്ടുപോകില്ല. മക്കളോ? നീ ഇത് പ്രസവിച്ചത് അതിനെ? അല്ല, ഇതെന്റെ അനിയത്തി. നിനക്കത് തലയ്ക്ക് വെടിവില് ഡാഡി വന്നാ നിന്നെ കൊല്ലും കൊണ്ടേ കളയടി. അമ്മ പാവല്ലേ അമ്മ, ഇതിന് വിഷം എന്തേലും കൊടുമ്മ. അമ്മ പാവല്ലേ അമ്മ, ഡോറ. കൊണ്ടേ കളയടി. കളിപ്പാട്ട് എടുത്തിട്ട് തന്നെ തല്ലി കൊല്ലും ഞാൻ. രണ്ടിനെ കൊല്ലും ഞാൻ. എന്റെ മക്കള് പേടിക്കണം, പേടിക്കണം. പ്ലീസ്, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമുണ്ടല്ലോ അമ്മ. നിന്നൊക്കെ ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പറ്റൂല. എന്റെ മോളെ ഇത് എന്താന്ന് തങ്കം അങ്ങ് റോഡിൽ കേൾക്കാല്ലോ ഇവിടുത്തെ വേള ആരെ തല്ലിക്കൊല്ലണ ഡാഡി, ഇത് ഞാൻ എടുത്തോണ്ട് വന്നില്ല. നമ്മൾ കളിക്കാൻ നേരത്തെ ഇതുണ്ടായിരുന്നേ. ഞാൻ തിരിച്ചു വന്നപ്പോ ഇങ്ങനെ കണ്ണൊക്കെ നിറച്ച് എന്നെ നോക്കി കൂടുതൽ കഥയൊന്നും പറയാൻ നിൽക്കണ്ട. ഇതിനെ എവിടെ നിന്നാണ് എടുത്തോണ്ടെന്ന് അവിടെ കൊണ്ട് കളഞ്ഞു കൊണ്ട് കളയടി. ഡാഡി എന്തേലും ദേഹത്തെ മുഴുവൻ രോമമായി. നീ ഇതെന്താ കണ്ടോണ്ടിരിക്കണം? മുഖം നോക്ക് ഡാഡി, പാവം. ആഹാ ഡാഡി വേണ്ട, പത്രത്തിൽ വായിച്ചാ പുതിയ അസുഖങ്ങളും ഇതുപോലുള്ള ജീവികളിൽ നിന്നാണ് വരുന്നത്. ഇതൊക്കെ ഇതിന്റെ രോമമൊക്കെ വയറ്റി പോയ ആകെ കുഴപ്പമാവും തക്കളി. ആ കമ്പനി എടുത്തടി. ഇവിടെ ഒക്കെ രോമമായി കൊണ്ട് കളയുമോ? കൊണ്ട് കളയും. ഓ അതിന്റെ രോമമൊക്കെ അവിടെ എല്ലാം വീണ്. ഇത് ഭക്ഷണ സാധനത്തിലൊക്കെ പോയാൽ ഇല്ലാത്ത അസുഖങ്ങൾ വരും. അതുകൊണ്ടാ പറയണ ഡാഡി. ഒരു കാര്യം മുറ്റത്തോട്ട് ഇറക്ക്. വീട്ടിൽ വെളിയിൽ ഇറക്ക്. ഇത് ഞാനിവിടെ ചൂരിൽ വെച്ചിരുന്ന ഡാഡി. എടി കൊച്ചെ പുറത്തോട്ട് ഇറക്കുന്ന വേണ്ട, ഇതൊന്നും ഇവിടെ പറ്റൂല തക്കളി. ഉള്ള കാര്യം ഞാൻ പറയാം. ഞാനിപ്പോ അകത്തോട്ട് കേറിട്ട് വരുമ്പോ ഇതിനെ കൊണ്ട് കളഞ്ഞോണം. ഇല്ല എന്റെ വിധം മാറും. അറിയില്ല അങ്ങോട്ട് നീ അടാ കമ്പ് എടുത്താലും ശരിയാവുള്ളൂ. ആ കമ്പ് അവിടെ ഞാൻ ഇവിടെ ഒരു സാധനം വെച്ചാ ചൂരിൽ കാണാനില്ല. ഡാഡിക്ക് ദേഷ്യം ഡാഡിക്ക് ദേഷ്യം വരട്ടെ, എങ്കിൽ എന്നെ അടിച്ചോല്ലേ. ഞാൻ എന്നാലും എന്നെ കളയുള്ളൂ. എടുത്ത് തിന്നു നീ അതിനെ. മക്കളെങ്ങും പോവില്ല കേട്ടോ. മക്കള് പേടിക്കണ്ട. മക്കള് പേടിക്കണ്ട. അയ്യോ വിഷം മേടിച്ചോ. അതിന് വിശക്കണം തോന്നുന്നു. വല്ല കൊടുക്കോ? എനിക്കിന്നൊന്നും വേണ്ട, എന്റെ പാതി കൊടുത്തോളാം. പേടിയാണോ? നീ പേടിക്കണ്ട. നമ്മളെ ഇനി ഇവിടെയാണ് താമസിക്കണം. മക്കൾ ഇവിടെ തന്നെ. നമുക്ക് കളിക്കാമേ. നമുക്ക് കളിക്കാം. എന്റെ നടക്ക. നമുക്ക് നടക്കാൻ പഠിക്കാം. എന്റെ ചക്കുര് നമുക്ക് എന്റെ എവിടെ പോണം? എനിക്ക് ബോളില്ല. എന്റെ നോക്കട്ടെ. എവിടെയുണ്ട്? ആ ഒന്ന് കാണണം, അത്യാവശ്യമുണ്ട്. ആ ശരി ശരി. ആ ഞാനങ്ങോട്ട് വരാം. ഓ ശരി. ആ അവിടെ നിൽക്കുക. അവിടെ നിന്നാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. ഓ നോക്കരുത്. എവിടെ? അവിടെ എന്തെങ്കിലും ഉണ്ടോ? Alien versus Alien.